ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീൻസ് കൊണ്ടാണ് ഞാനിവിടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. കടുക് നല്ല പൂത്തിരി പോലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ബീൻസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 ഉള്ളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 പച്ചമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇടുമ്പോൾ എരിവ് കൂടുതലാവണ്ട. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ എരിവ് കുറച്ചാക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി എരിവ് ആയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ എരിവാവണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബീൻസ് തട്ടി കൊടുക്കാം. ബീൻസ് നമ്മൾ പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്തത്. ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. ഈ ഒരു ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി കുക്ക് ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കായിട്ടുള്ള നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത്. ബീൻസൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീൻസ് നമ്മുടെ ബ്ലഡിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.